ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കയ്പില്ലാത്ത പാവയ്ക്ക തീയലിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പാവയ്ക്ക തീയൽ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. അപ്പോൾ പാവയ്ക്ക തീയൽ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ അടികട്ടിയുള്ള ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വലിയ കഷ്ണങ്ങളായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഞാനിത് ഒരു മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ചിരകി എടുക്കുമ്പോൾ വലിയ പീസായിട്ടാണ് ഇരിക്കണമെന്ന് വെച്ചാൽ മിക്സിയുടെ ജാറിലിട്ട് വെള്ളമൊന്നും ഒഴിക്കാണ്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് നല്ല ചെറിയ കഷ്ണങ്ങളായി കിട്ടും. അപ്പോൾ വറുത്തെടുക്കാനായിട്ട് നമുക്ക് വളരെ ഈസിയാണ്. ഇനി നമ്മുടെ ചീനച്ചട്ടി ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീയലിനൊക്കെ വെളിച്ചെണ്ണ തന്നെ എടുക്കുകയായിരിക്കും നല്ലത്. ഇപ്പോൾ വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുഴുവൻ മല്ലി ചേർക്കുമ്പോൾ നമ്മുടെ തീയലിന് നല്ലൊരു ടേസ്റ്റാണ് കിട്ടുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മുഴുവൻ മല്ലി ഇല്ലെങ്കിൽ മുഴുവൻ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 8 എരിവുള്ള മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 5 കാശ്മീരി മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. അതിന് ശേഷം നമുക്ക് ക്രഷ് ചെയ്തിട്ടുള്ള നാളികേരം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മല്ലി മുളകൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ തേങ്ങ നമ്മൾ ക്രഷ് ചെയ്തെടുത്തപ്പോൾ നല്ല പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വറക്കുമ്പോൾ അതെല്ലാ ഭാഗവും ഒരേപോലെ വറവായിട്ട് കിട്ടും. അതെല്ലാം നമ്മൾ ചിരകിയെടുത്ത് തേങ്ങ കഷ്ണങ്ങളായിട്ടൊക്കെ ഉണ്ട് വെച്ചാൽ അങ്ങനെയാണ് ചേർക്കണമെന്ന് വെച്ചാൽ ആ കഷ്ണങ്ങളൊന്നും വറവായി വരില്ല. അപ്പോൾ വറവ് കറക്റ്റ് ആവില്ല. അപ്പോൾ നന്നായിട്ട് വറുത്തെടുത്താൽ മാത്രമേ നമ്മുടെ തീയലിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വറവിലാണ് തീയലിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ തേങ്ങ നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കണം. അതുവരേക്കും നമുക്കിത് മിക്സ് ചെയ്ത് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം. തേങ്ങ ഇതുപോലെ നമ്മൾ പൾസ് ചെയ്തെടുത്ത കാരണം പെട്ടെന്ന് തന്നെ ഇത് വറവായി കിട്ടും. അത് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് വറുക്കാൻ പാടില്ല. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കുറച്ച് നേരം എടുത്ത് ഇത് വറുത്തെടുക്കണം. ഇനി ഇതിലേക്ക് ഞാനിതിൽ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 10 മണി ഉലുവ, മുഴുവൻ ഉലുവയാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉലുവ അധികം ആവാൻ പാടില്ല. ഉലുവ അധികമായ ഒരു കയ്പ്പ് രസം വരും. മുഴുവൻ മല്ലിക്കും മുളകിനും പകരം മല്ലിപ്പൊടിയും മുളക് പൊടിയാണ് ചേർക്കണമെന്ന് വെച്ചാൽ നാളികേരം വറവായി വരുമ്പോൾ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ നാളികേരം നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരയ്ക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ തേങ്ങ ഇവിടെ നന്നായിട്ട് വറവായി വന്നിട്ടുണ്ട്. അപ്പോൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർക്കണത് വെച്ചാൽ ഈ സമയത്ത് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഈ തേങ്ങ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഈ ചട്ടിയിൽ ഇരുന്ന് കരിഞ്ഞു പോവാണ്ടിരിക്കാനാണ്. എന്നിട്ട് ചൂടാറി കഴിയുമ്പോൾ നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ തേങ്ങ അരയ്ക്കുമ്പോൾ വെള്ളമൊന്നും ചേർക്കാണ്ടാണ് നമ്മൾ തേങ്ങ അരച്ചെടുക്കണത്. ഞാൻ അരയ്ക്കണ സമയത്ത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണ് അരയ്ക്കണേ എന്നുള്ളത്. ഇനി ഞാനിവിടെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു കയ്പ്പയ്ക്ക നന്നായി കഴുകി ഉപ്പും വിനീഗറും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടുള്ള വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയിട്ട് നീളനെ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ കയ്പ്പയ്ക്ക എണ്ണയിൽ വാട്ടിയെടുത്തിട്ടാണ് കറി വയ്ക്കുന്നത്. അപ്പോൾ കയ്പ്പയ്ക്കയ്ക്ക് കയ്പ്പ് ഉണ്ടാവില്ല. ഇനി നിങ്ങൾക്ക് കയ്പ്പയ്ക്കയ്ക്ക് ഒന്നും കൂടി കയ്പ്പ് കുറയണമെന്നുണ്ടെങ്കിൽ പുളിവെള്ളത്തിൽ ഈ നുറുക്കിയ കയ്പ്പയ്ക്ക ഒരു 10 മിനിറ്റ് വെച്ചിട്ട് എണ്ണയിൽ വാട്ടിയെടുത്താൽ മതി. അപ്പോൾ ഒട്ടും തന്നെ കയ്പ്പയ്ക്കയ്ക്ക് കയ്പ്പുണ്ടാവില്ല. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി വരുന്നുണ്ട്. ഇതിലേക്ക് ഒരു 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നീളനെ നുറുക്കി വെച്ചിട്ടുള്ള കയ്പ്പയ്ക്ക ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് പുളി കുതിരാനായിട്ട് വെക്കുന്നുണ്ട്.
അപ്പോൾ കൈപ്പയ്ക്ക ഫ്രൈ ആയി വരട്ടെ. ഈ സമയത്ത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പാവയ്ക്ക ഇവിടെ ഫ്രൈ ആയി വരുന്നുള്ളൂ. ഈ സമയത്ത് ഞാനൊരു 2 പച്ചമുളക് നടുകീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 20 ചെറിയുള്ളി നടുകീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു തണ്ട് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് വെള്ളമൊന്നും ചേർക്കാണ്ട് ഒന്ന് 2-3 പ്രാവശ്യം പൾസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ മിക്സിയുടെ ബാക്കിലോട്ട് നമ്മൾ പൾസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു 2-3 പ്രാവശ്യം കൂടിയും ഇതൊന്ന് പൾസ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ രണ്ടാമത് 2-3 പ്രാവശ്യം കൂടിയും പൾസ് ചെയ്ത് നിർത്തി അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടു, ഇതിൽ കുറേശ്ശെ ഇങ്ങനെ വെള്ളം നനവൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിനാണ് നമ്മൾ പൾസ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ പൾസ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കാണ്ട് തന്നെ വറുത്ത നാളികേരം അരച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്കിതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. സാധാരണ പോലെ നമ്മൾ 1, 2, 3 ബട്ടനൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ റൈറ്റിലേക്ക് മിക്സിയുടെ ബട്ടൺ തിരിച്ചിട്ട് സാധാരണ നമ്മൾ എങ്ങനെയാണോ മിക്സി അടിക്കണത് അതേപോലെ അരച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഞാൻ ഇനി സാധാരണ പോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പം ഞാൻ സാധാരണ പോലെ ഒന്ന് അടിച്ചെടുത്തപ്പോൾ നന്നായിട്ട് ഇതിൽ നിന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ലൂസായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതേപോലെ ഒന്നും കൂടി ഒന്ന് തേങ്ങ അരഞ്ഞ് വരാനുണ്ട്. ഒന്നും കൂടിയും സാധാരണ പോലെ മിക്സിയിൽ അടിച്ചെടുക്കാം ഇത്. അപ്പോൾ ഇതേപോലെ പൾസ് ചെയ്ത് എടുത്തിട്ട് വേണം നമ്മൾ സാധാരണ പോലെ അടിച്ചെടുക്കാൻ. അപ്പോൾ ഇത് ചിലവർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നു മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കൈപ്പയ്ക്ക ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കൈപ്പയ്ക്കയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തീ ലോ ഫ്ലെയിമിൽ ആക്കി കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഈ മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് പോട്ടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർക്കാണ്ട് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളത്തിൽ കുതിർത്തിയിട്ടുള്ള പുളി പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് പുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 3 ഗ്ലാസ് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെപ്പോഴും എടുക്കാറുള്ള അളവ് ഗ്ലാസ്സിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ മിക്സിയുടെ ജാറിലുള്ള മസാലയൊക്കെ വെള്ളമൊഴിച്ച് കഴുകിയെടുക്കാനായിട്ട് നോക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഇതിലേക്ക് പുളി ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശർക്കര നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ തീയലിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. അപ്പോൾ കൈപ്പയ്ക്കൊക്കെ ഒന്നും കൂടി വെന്ത് വരാനുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ച് ഇതിൻ്റെ തിക്നെസ് തീരുമാനിക്കാം. ഈ സമയത്ത് തീ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇതൊന്നും കൂടിയും കുറുകി വന്നു കഴിഞ്ഞാൽ നമ്മുടെ തീയൽ ഇവിടെ റെഡിയാവും. അപ്പോൾ നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ച് ഇതിൻ്റെ തിക്നെസ് തീരുമാനിക്കാം. ഇനി ഇത് ഞാൻ തുറന്ന് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.